ഹരി ഓം ഹരി ഓം. ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭാഗവതത്തിൻ്റെ പരമപ്രധാനമായ മറ്റൊരാശയത്തിലേക്ക് പോവുകയാണ്. ഭാഗവത പഠന ക്ലാസ് പ്രഥമ സ്കന്ധം മുതൽ നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് പേര് ഭാഗവതത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചത്. ശ്രീമദ് ഭാഗവതം, അതായത് ശുഖബ്രഹ്മർഷിയാണല്ലോ ഭാഗവതം പരീക്ഷത്തിന് ഉപദേശിച്ചത്. അപ്പോൾ ഈ ശുഖബ്രഹ്മർഷിയെ കൊണ്ട് എന്താണ് ഭാഗവതം പരീക്ഷത്തിനെ കേൾപ്പിക്കാനുള്ള കാരണമെന്ന് കുറച്ച് പേര് ചോദിച്ചു. അതിന് യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അതായത് ബ്രഹ്മബോധിയാണ് ശുഖബ്രഹ്മർഷി. അപ്പോൾ ബ്രഹ്മബോധി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദേഹബോധിയായിരിക്കുന്ന ഒരാളിനെ ആ ദേഹബോധത്തിൽ നിന്ന് ബ്രഹ്മബോധത്തിലേക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ശുഖബ്രഹ്മർഷിയെ കൊണ്ട് തന്നെ ഭാഗവതം ഭഗവത് ഭക്തനായ വിഷ്ണുരാധനെ കേൾപ്പിക്കാൻ ഭഗവാൻ തന്നെ ആയിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ ഭഗവത് ആജ്ഞയാണ് ആ പരീക്ഷത്തിൻ്റെ, അതായത് രാജകൊട്ടാരത്തിൽ ആ സഭയിലേക്ക് പരീക്ഷത്ത് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഭാഗവതം ഉപദേശിക്കാൻ ശുഖബ്രഹ്മർഷി എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയം. അപ്പോൾ ശുഖബ്രഹ്മർഷി ബ്രഹ്മത്തിൽ നിന്ന് ജനിച്ച ആളാണ്, ബ്രഹ്മബോധത്തിൽ അവതരിച്ചിരുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ആൾ ശുഖബ്രഹ്മർഷി ഈ ഭാഗവതം, ഭഗവാന്റെ സ്ഥൂല സ്വരൂപ വർണ്ണനയായിരിക്കുന്ന ഭാഗവതം പഠിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ശുഖബ്രഹ്മർഷി എന്തുകൊണ്ട് ഈ ഭാഗവതം പഠിച്ചു എന്നുള്ള ഒരാശയമുണ്ട്, എന്നൊരു ചോദ്യമുണ്ട് പലർക്കും. പണ്ഡിതന്മാരുടെ ഇടയിൽ പലർക്കും ഒരു സംശയമുള്ളതാണ്. അപ്പോൾ ആ സംശയവൃത്തിക്ക് കാരണമായിട്ട് ഭാഗവതത്തിൽ തന്നെ അതിനെ സംശയവൃത്തി വരുത്തിയിട്ടുണ്ട്. ദ്വിതീയ സ്കന്ധത്തിൽ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ട എന്ന് പറയുന്ന ഒരു ശ്ലോകം തന്നെ ഭാഗവതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 2-ാം സ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ ശുകദേവൻ നിർഗുണത്തിൽ നിഷ്ഠയുള്ളവനായിരുന്നെങ്കിലും ഉത്തമ ശ്ലോകനായ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ കേൾക്കാൻ ആഗ്രഹിച്ച് പഠിച്ച സംഹിത പരീക്ഷത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ്. അപ്പോൾ അതിന് ഭാഗവതം അതായത് ശുഖബ്രഹ്മർഷി പഠിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വ്യാസഭഗവാൻ, അതായത് നാരദ മഹർഷിയായിരിക്കുന്ന ഗുരുവിൽ നിന്ന് കിട്ടിയ ചതുശ്ലോകി ഭാഗവതം, അതിനെ ധ്യാന മണ്ഡലത്തിൽ, വ്യാസഭഗവാന്റെ ധ്യാന മണ്ഡലത്തിൽ അതിനെ 18,000 ശ്ലോകങ്ങളാക്കി അവതരിപ്പിച്ചതാണ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതം 18,000 ശ്ലോകങ്ങളാക്കി വിസ്തരിച്ച വ്യാസമഹർഷി എന്ത് ചെയ്ത്, ഇത് ആരെ പഠിപ്പിച്ച് പ്രചരിപ്പിക്കണം ലോകത്തിൽ, ആര് പഠിച്ചാലാണിത് ലോകം അംഗീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആദ്യമായി ചിന്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ബ്രഹ്മജ്ഞാനിയായ തൻ്റെ മകനായ ശുകൻ ഈ ഭാഗവതം പഠിച്ചാൽ, ഇത് ലോകത്ത് പ്രചരിപ്പിച്ചാൽ പെട്ടെന്ന് ലോകത്തിൽ ഇത് പ്രചരിക്കും. കാരണം ശുകൻ ഈ പഠിച്ച ഭാഗവതമാണ്. അപ്പോൾ ശുകനാണെങ്കിൽ ബ്രഹ്മജ്ഞാനിയായിട്ടാണ്, ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ സ്ഥൂല സ്വരൂപ വർണ്ണനത്തിലുള്ള ഭഗവാന്റെ ലീലകളെ പഠിച്ചു എങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം എന്ന് സാധാരണ ജനങ്ങൾക്ക് പോലും തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വ്യാസഭഗവാൻ ശുകൻ ഭാഗവതം പഠിച്ചിരുന്നു എങ്കിൽ എന്ന് ആശിക്കുകയും, എന്നാൽ അദ്ദേഹത്തിന് തന്നെ തോന്നി, ബ്രഹ്മബോധത്തിൽ നിന്ന് അവതരിച്ച ശുഖബ്രഹ്മർഷി സ്ഥൂല സ്വരൂപത്തിൽ സഗുണ സ്വരൂപനായി ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ കഥകൾ പഠിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നുമോ എന്നൊക്കെ ചിന്തിച്ചു. എങ്കിലും അദ്ദേഹം ശുഖബ്രഹ്മർഷിയോട് നേരിട്ട് പറയാതെ, ശുഖബ്രഹ്മർഷി എന്നും പ്രഭാതത്തിൽ നിത്യ സ്നാനത്തിനായിട്ട് ഗംഗയിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം വ്യാസഭഗവാന്റെ 2 പ്രധാന ശിഷ്യന്മാരായിട്ടിരിക്കുന്നവരെ ഭാഗവതത്തിൻ്റെ പരമപ്രധാനമായ 2 ശ്ലോകങ്ങൾ, രാമായണത്തിലെ പ്രധാന ശ്ലോകം എന്ന് പറയുന്നത് പോലെ ഭാഗവതത്തിന് പരമപ്രധാനമായ 2 ശ്ലോകങ്ങളുണ്ട്. അതിൻ്റെ 1-ാമത്തെ ശ്ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ദശമസ്കന്ധത്തിലെ ഒരു ശ്ലോകമാണത്. ദർഘാപീഠം നടവരവപൂ കർണയോ കർണികാരം ബിഭ്രത്വാസ കനക കവിശം വൈജയന്തിം ചമാലാം
രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. ഈ ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്, കിരീടത്തിൽ മയിപ്പീലി ധരിച്ച നടവരനെ പോലെ ശരീരത്തോടുകൂടി ചെവിയിൽ കർണികാരോണിഞ്ഞ് സ്വർണ്ണവർണ്ണമായ വസ്ത്രവും വൈജയന്തിമാലയും ധരിച്ച് മുരളീഗാനം ആലപിച്ചുകൊണ്ട് കീർത്തനാലാപം ചെയ്യുന്ന ഗോപാലവൃന്ദത്താൽ അനുഗതനായ ഭഗവാൻ വൃന്ദാവനത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ആ ഭഗവാൻ, അതായത് വൃന്ദാവന മധ്യത്തിൽ പശുക്കളുടെയും ഗോപന്മാരുടെയൊക്കെ മുന്നിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന രൂപമാണ് ഭഗവാൻ ഈ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപം. അപ്പോൾ ഈ പദ്യത്തിലെ പ്രധാന ആശയം, അതായത് നടവരവു എന്നാണ്. ഉത്തമനായ ഒരു നടൻ യഥാർത്ഥ രൂപം മറച്ചിട്ട് കഥാപാത്രമായി അഭിനയിക്കുന്നത് പോലെ നടവരനായ ഭഗവാനും തൻ്റെ യഥാർത്ഥ ഭാവം മറച്ചു വെച്ചുകൊണ്ട് നാനാലീലകൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ, അതായത് ഈ ലോകത്ത് മറ്റൊന്നുമില്ലെങ്കിലും മനുഷ്യർ ഇവിടെ പലതും കാണുന്നു, പലരെയും കാണുന്നു. ഈ ഭഗവാന്റെ ലീലയാകുന്ന മായയാൽ സകല ജീവന്മാരെയും മോഹിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം ഈ പദ്യം, അതായത് ഒരു ശിഷ്യനെ പഠിപ്പിക്കുകയും ശുകദേവൻ സ്നാനത്തിനായി ഗംഗയിലേക്ക് പോകുന്ന രാമമുഹൂർത്തത്തിൽ അദ്ദേഹം കേൾക്കത്തക്ക വിധത്തിൽ ശിഷ്യനെ കൊണ്ട് ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ ഈ ശ്ലോകം കേട്ടിട്ട് ശുകബ്രഹ്മർഷി വിചാരിച്ചു, സ്വരൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മായ സ്വരൂപം കൂടിയായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ കഥയെ കേട്ടിട്ട് തനിക്കെന്താണ് പ്രയോജനം, ബ്രഹ്മസ്വരൂപത്തിൽ നിൽക്കുന്നത് എനിക്ക് ഇനിയും ഇതിലേക്ക് തിരിച്ചു വരണോ എന്നൊക്കെ തോന്നിയെന്നാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനെ കൃത്യമായിട്ട് ചിന്തിച്ചതേയില്ല. എന്നാൽ അദ്ദേഹം സ്നാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വ്യാസമഹർഷിയുടെ മറ്റൊരു ശിഷ്യനെ വേറൊരു ശ്ലോകം അദ്ദേഹം പഠിപ്പിച്ച് ശുകബ്രഹ്മർഷിയെ കേൾക്കാൻ ഏൽപ്പിച്ചിരുന്നു. അത് അഹോ സ്വഹീയം സ്തനകാളകൂടം ജിഗാംസയാമായ യദഭ്യസാധ്വി ലേഭേ ഗതിം ദാത്രച്യുതാം തതോന്യാം കാംവാദയാലും ശരണം വ്രജേമ എന്നാണ്. ഇത് ദുഷ്ടസ്ത്രീയായ പൂതന ഭഗവാനെ കൊല്ലാനായി മുലപ്പാലിന് പകരം കാളകൂട വിഷം കുടിപ്പിച്ച്, പക്ഷേ ഭഗവാൻ അവൾക്കും സ്വന്തം മാതാവിനെന്ന പോലെ സൽഗതി നൽകി. ഇപ്രകാരമുള്ള ഭഗവാനെ വിട്ട് മനുഷ്യർ വേറെ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്നാണ്. അപ്പം ശ്രീകൃഷ്ണ ലീലകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ, അതായത് സ്ഥൂലമായ സ്വരൂപത്തിൽ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സകലവിധമായിരിക്കുന്ന മായയെ മോചിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ സ്വന്തം യഥാർത്ഥ പൂതനയുടെ രൂപം മറച്ചു വെച്ചിട്ട് അതീവ സുന്ദരിയായി തീരുകയും ഭഗവാൻ 10 ദിവസം പോലും അവതരിച്ച് 10 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ വധിക്കുന്നതിനായിട്ട് കംസൻ്റെ നിർദ്ദേശത്താൽ വന്നിട്ട് സ്തനത്തിൽ കാളകൂട വിഷമെന്ന ആ വിഷം പുരട്ടി ഭഗവാന് കൊടുത്ത് ഭഗവാനെ വധിക്കാനായിട്ട് വന്ന പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നാണ് ഭാഗവതം കിളിപ്പാട്ടിൽ യാദവാന്യ വനിത അസു പാന ആനന്ദതൻ എന്നൊരു പ്രയോഗം കൂടി എഴുത്തച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാദവാന്യ വനിതയുടെ ജീവനെ കുടിച്ച് ആനന്ദിച്ചിട്ട് മോക്ഷം കൊടുത്തു പൂതനയ്ക്ക് എന്നാണ്. തന്നിലേക്ക് ചേർത്തു ആ ജീവനെ. ആ ജീവനിലുള്ള ആസുരികമായ എല്ലാ ഭാവങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ആ ജീവനെ ഭഗവാനിലേക്ക് ചേർത്തു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്ലോകം കേട്ട ശുകബ്രഹ്മർഷി ഇത് ഈ സ്ഥൂല സ്വരൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ ഈ കഥകൾ കേൾക്കുന്നത് സകല മായകളെയും ഇല്ലാതാക്കുവാനും സകല ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും സാധിക്കും ഏതൊരു ജീവനും എന്ന് മനസ്സിലാക്കിയിട്ട് വ്യാസരുടെ അടുക്കൽ നിന്ന് ഈ ഭാഗവതം പഠിക്കുകയും അത് ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അതാണ് ഭാഗവതത്തിൻ്റെ പ്രാധാന്യം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു ഭാഗവത പ്രബന്ധവുമായി അടുത്ത ദിവസം കാണാം. ഹരിയോം.